ഇപ്രാവശ്യം കടന്നു വന്നത് ഇന്ന് രാവിലെ റോഗഡയിൽ ബ്രദർ റോബിൻ്റെ ഭവനത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയുണ്ടായിരുന്നു. ഞാനിവിടെ വരുന്നു എന്ന് മനസ്സിലായപ്പോൾ സാനു പാസ്റ്ററിനോട് പറഞ്ഞു, ചർച്ചിൻ്റെ ആനിവേഴ്സറിയും കൂടെയാണ്, അതുകൊണ്ട് പാസ്റ്റർ അതിലൂടെ സംബന്ധിക്കണം. ഞാനിന്ന് വൈകിട്ടങ്ങ് മടങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരുന്നത്. എന്നാൽ ഇവിടെ ഇങ്ങനെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തരുന്ന അവസരത്തിനായ ദൈവത്തിന് സ്തോത്രം. ശ്രേഷ്ഠന്മാരായ ദൈവഭക്തന്മാർ, പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷകൻ, എൻ്റെ കൂട്ടുപ്രവർത്തകൻ, എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സാനു മാത്യു, അതുപോലെ സഹ ശുശ്രൂഷകൻ പാസ്റ്റർ അനീഷ്, അതുപോലെ എൻ്റെ സ്നേഹിതൻ ഒമാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ റീജിയൻ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി പാലക്കുന്നിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബം, മറ്റിവിടെയുള്ള ആമേൻ ദൈവദാസന്മാർ, ഇവാഞ്ചലിസ്റ്റ്, അവരുടെയൊക്കെ പേരുകൾ എല്ലാവരുടെയും പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ലല്ലോ. മറ്റ് എല്ലാ സഹോദരി സഹോദരന്മാർ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് നിങ്ങളൊക്കെയും. ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം പേര് പറയാനാണെങ്കിൽ അതിനുള്ള സമയം എൻ്റെ മുമ്പിലുള്ളൂ. വളരെ നല്ല പ്രോഗ്രാമൊക്കെ ഞാൻ ആമേൻ ഇവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. എനിക്കും വളരെ സന്തോഷം തോന്നി. ഇതൊരു വലിയ ഫങ്ഷനായിട്ട് നമ്മളിന്ന് കൂടിയതാണ്. നമ്മുടെ ചർച്ചിൻ്റെ ആനിവേഴ്സറി പറയുമ്പോൾ വലിയ സന്തോഷമാണ് നമുക്കുള്ളത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള അനുഭവങ്ങൾ ദൈവദാസൻ അഭിമുഖീകരിച്ചത് അദ്ദേഹം വളരെ ചെറിയ ചില വാചകങ്ങളിൽ പറയുകയുണ്ടായി. അതിൽ ചിലതൊക്കെ എനിക്കും അറിയാം, കാരണം അദ്ദേഹം എന്നോട് പലതും ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലും അതിനുശേഷവും ഒക്കെ ഷെയർ ചെയ്ത അനുഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അയർലൻഡിൽ ആദ്യം വരുന്നത് ഒരു പ്രശ്നപരിഹാരത്തോടുള്ള ബന്ധത്തിലാണ്. അന്ന് അത് 2007-ലോ 2008-ലോ ആണെന്ന് തോന്നുന്നു. 2008-ലാണ് ഞാൻ ആദ്യം വരുന്നത്. അതെനിക്ക് വിസ എടുത്ത് വരേണ്ടി വന്നു. അതുകൊണ്ട് പ്രശ്നം രൂക്ഷമായപ്പോഴാണ് എനിക്കിവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. എങ്കിലും മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിപ്പോയി. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. അന്ന് 2-3 ദിവസം കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കാണുവാനും സംസാരിക്കുവാനും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുവാനും ഒക്കെ ഞാൻ ഉത്സാഹിച്ച ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പല പ്രാവശ്യവും അയർലൻഡിൽ അനേക പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ റീജിയൻ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പും ഞാൻ വന്നിട്ടുണ്ട്. സാനു പാസ്റ്റർ ഇവിടെ ഈ പ്രവർത്തനമായി PCWൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ ക്ഷണിച്ചതനുസരിച്ച് ഞാനിവിടെ വന്നത് അപ്പോൾ ഈ ഹാളിൽ തന്നെയാണ്. ഈ സ്റ്റേജൊക്കെ കവർ ചെയ്തിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു മേശ ഉണ്ട്. അതിന് മുമ്പിൽ ഒരു റോയിലിരിക്കാൻ കുറച്ച് സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെയും സാനു പാസ്റ്റർ രാവിലെ പോയി എടുത്തുകൊണ്ട് പിക്ക് ചെയ്തുകൊണ്ട് വന്ന് അവിടെ ഇരുത്തിയിരിക്കുന്നവരാണ്. ഇവിടെ വന്ന കുറച്ച് സഹോദരിമാരും 1-2 സഹോദരന്മാരും ഒക്കെ ഉള്ളൂ. ആമേൻ. അന്നത്തെ അനുഭവങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ, പ്രയാസങ്ങൾ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ, ഭാരങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയ അനുഭവങ്ങളാണ്. ഒരു ഭാഗത്ത് വളരെ വെല്ലുവിളികളും എതിർപ്പുകളും ദൈവദാസൻ കുടുംബമായി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയാൻ ചോദിച്ചാൽ, നിങ്ങളും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, മുടിയനായ പുത്രൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ്. വേദപുസ്തകത്തിൽ
നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മുടിയനായ പുത്രൻ എന്ന അദ്ദേഹത്തിൻ്റെ പേരവിടെ എഴുതിയിട്ടൊന്നുമില്ല. നമ്മൾ വിളിക്കുന്ന ഒരു ഓമന പേരാണ് ദ പ്രോഡിഗൽ സൺ, അഥവാ മുടിയനായ പുത്രൻ, ധൂർത്ത് പുത്രൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ മുടിയനായ പുത്രൻ്റെ പിതാവിൻ്റെ 2 മക്കളിൽ ഒരുവനായിരുന്നു ഇവൻ. നമുക്കറിയാം, അവന് തനിക്കുള്ളതെല്ലാം ആ ഷെയറെല്ലാം വാങ്ങിച്ച്, അപ്പൻ നല്ല മനസ്സുള്ളവനായിരുന്നു, ഷെയർ ചോദിച്ചപ്പോൾ അത് കൊടുത്തു. ഇന്നത്തെ ഒരു പക്ഷേ ഞങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിലും നിനക്കിവിടെ ഷെയറില്ലെന്ന് പറഞ്ഞേനെ, നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയും. കാരണം അതിനെ അനുവദിക്കാതിരിക്കാൻ ശ്രമിക്കും. ഇവൻ്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ എങ്ങനെയെങ്കിലും അവനെ തിരുത്തുവാൻ ശ്രമിക്കും. പക്ഷേ ആ പിതാവ് അങ്ങനെയല്ല, അവൻ ചോദിച്ചപ്പോൾ അവന് കൊടുത്തു. അതുകൊണ്ട് അവൻ പോയി അതെല്ലാം അവൻ ധൂർത്തടിച്ച് കളഞ്ഞു. അവനെല്ലാം നഷ്ടമാക്കി പന്നികളെ മേയ്ക്കുന്ന ആ ജോലിയിൽ അവൻ ഏർപ്പെട്ടു. അവിടെ വെച്ചാണ് അവന് സുബോധം വന്നത്. അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാരെ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അതവൻ പറഞ്ഞ കാര്യമാണ്, അവൻ്റെ ആത്മകഥമാണ്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ചെല്ലും, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അപ്പൻ അവനെ കണ്ടപ്പോൾ ദൂരെ നിന്ന് കണ്ട് അവനെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു, അവനെ അണച്ചു, സ്നേഹത്തോടെ അവനെ വീട്ടിലേക്ക് ആനയിച്ചു. എന്നാൽ ഇവൻ്റെ മൂത്ത ഒരു സഹോദരനുണ്ടായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം, പ്രൈസ് ഗാഡ്. അവൻ വയലിൽ നിന്നും വൈകുന്നേരം വരുമ്പോൾ വീട്ടിൽ വലിയ സന്തോഷവും ആഘോഷവും കണ്ട് അവൻ ചോദിക്കുന്നു, എന്താണ് കാര്യം? വേലക്കാരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, നിന്റെ ഇളയ സഹോദരൻ അവൻ മടങ്ങി വന്നു, അവനെ ജീവനോടെ കിട്ടിയതിനാൽ അപ്പൻ വലിയ സന്തോഷമായി, അതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവൻ അകത്ത് കയറാതെ അവൻ വെളിയിൽ തന്നെ നിന്നു. അങ്ങനെയല്ലേ നമ്മളൊക്കെ വായിക്കുന്നത്? അങ്ങനെയല്ലേ? പ്രൈസ് ഗാഡ്. അപ്പോൾ അപ്പൻ അവൻ്റെ അടുക്കലും ചെന്നു അവനോട് പറഞ്ഞു, മകനെ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? എനിക്കുള്ളതല്ല നിൻ്റേതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം മറ്റൊന്നുമല്ല, അപ്പൻ്റെ മനസ്സും ജ്യേഷ്ഠൻ്റെ മനസ്സും രണ്ടും ഒരുപോലെയല്ല, രണ്ടും വ്യത്യസ്തമാണ്. നിനക്ക് മനസ്സിലായോ? സഭയിലെ ഒരു ശുശ്രൂഷകൻ്റെ മനസ്സ്, ആമേൻ, ഒരു കൂട്ടു സഹോദരൻ്റെ മനസ്സ് പോലെയല്ല. ഒരു പാസ്റ്ററൽ ഹാർട്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ 40-ൽ പരം വർഷമായി കർത്താവിൻ്റെ വേലയിലാണ്. ആമേൻ. പല സഭകളിൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്, അവിടെയെല്ലാം ഞാൻ പൈനിയർ വർക്കുകൾ ചെയ്താണ് ശുശ്രൂഷിച്ചത്. ഒരു റെഡിമെയ്ഡ് ചർച്ചിലും ഇതുവരെ ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ല. എനിക്കതായിരുന്നു എൻ്റെ സന്തോഷം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 42 വർഷം സഭാ പാസ്റ്ററായി ഇപ്പോഴും ഇരുപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ആമേൻ പ്രിയപ്പെട്ടവർ പലരും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് റീബയൊക്കെ അവിടെ ഞങ്ങളുടെ കുഞ്ഞായി ചർച്ചിൽ അവിടെ ജനിച്ച് വളർന്നവളാണ്. പ്രൈസ് ഗാഡ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ സാരം അവർക്കൊക്കെ എന്നെ നന്നായിട്ടറിയാം. എൻ്റെ സ്നേഹിതൻ്റെ മകനാണ് ഡാഡു. ഞങ്ങളൊന്നിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവും ഞങ്ങളൊക്കെ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ഇടയൻ്റെ മനസ്സ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ വഴക്ക് പറഞ്ഞെന്നിരിക്കാം, പ്രൈസ് ഗാഡ്. ചിലപ്പോൾ ശാസിച്ചെന്നിരിക്കാം. ആമേ സ്നേഹത്തോടെ എപ്പോഴും സന്തോഷിക്കുന്ന മുഖം കണ്ടെന്ന് വരികയില്ല. എങ്കിലും ആ ഹൃദയം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നല്ല ഒരു ശുശ്രൂഷകനെ, ഒരു ദൈവദാസനെ, തൻ്റെ കുടുംബത്തെ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന് നമുക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആനിവേഴ്സറിയിൽ ആമേ കർത്താവിൻ്റെ ദാസന്റെ ഹൃദയം ഒന്ന് സന്തോഷിക്കട്ടെ, ആ കുടുംബം സന്തോഷിക്കട്ടെ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ അനീഷ് പാസ്റ്റർ റീജിയന് വലിയൊരു അസറ്റാണ്. അദ്ദേഹം PYPIക്കും വലിയൊരു അസറ്റാണ്. ആമേൻ. ആ ദൈവദാസനോട് ചേർന്ന് നിന്ന് ഞാൻ കണ്ട നാൾ മുതൽ ഇന്ന് വരെയും സാനു പാസ്റ്ററോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഉള്ള മനസ്സ് ദൈവം കൊടുക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പലയിടങ്ങളിലും അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാനീ പറയും ദൈവത്തിന് സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു ആമേൻ സാവകാശം എപ്പോഴും ഒന്നും ലഭിക്കാറില്ല. എന്നാൽ ലഭിക്കുമ്പോഴാണ് പറയുന്നത് ഇതിങ്ങനെ ഒരു ഒക്കേഷനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിച്ച് പ്രസംഗിക്കാനുള്ള സമയമൊന്നും എടുക്കുന്നില്ല, അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം റെവലേഷൻസ് ചാപ്റ്റർ 1 വേഴ്സ് 6. ആമേൻ, സ്തോത്രം. ഒന്ന് വായിക്കാം ആരെങ്കിലും. ആ ആ ആ ആ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് വിശദീകരിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം തന്നെ വിശദീകരിക്കുവാൻ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തന്നെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയണം. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്. പ്രൈസ് ഗോഡ്. അതാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ആമേൻ എഴുതുന്നത്. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്ന് അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനും പുരാജക്കന്മാർക്ക് അധിപതിയുമായി യേശുക്രിസ്തുവെങ്കിൽ നിങ്ങൾ കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആമേൻ, നമ്മെ സ്നേഹിക്കുന്നവനും. ഒന്ന്, നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഗാഡ് ഈസ് എ ലവിങ് ഗോഡ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഹി ഈസ് ലവിങ് അസ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഈ ആനിവേഴ്സറി ഒക്കെ നടക്കാനും കാര്യം ആമേൻ മറ്റൊന്നുമല്ല, ബിക്കോസ് ഗോഡ് ഹാസ് ലവ്ഡ് അസ്. അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം ഇവിടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയായത്. ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ നമ്മുടെ വാക്കുകൾ പോരാ. നമുക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, എത്രയോ പാട്ടുകൾ ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ സ്നേഹത്തിനെല്ലാം അതിൻ്റെതായ ആമേൻ ലിമിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ സ്നേഹിക്കുന്നവരാണ്. ആമേൻ. നമ്മളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ അദ്ദേഹവും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്, മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിനെല്ലാം വ്യത്യസ്തമായ പദങ്ങൾ മൂലഭാഷകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ സ്നേഹത്തിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞേക്കാം, മാതാപിതാക്കളുടെ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പറയാം. ആമേൻ, സ്തോത്രം. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം വലിയ സ്നേഹമാണെന്ന് പറയാം. ഇതൊക്കെ നമുക്ക് പറയാം. സിബ്ലിങ്സ് പരസ്പരം സ്നേഹിക്കുന്നത് അത് വലിയ സ്നേഹമാണെന്നൊക്കെ നമുക്ക് പറയാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം നല്ലതാണ്, പക്ഷേ ഇതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. എന്നാൽ അൺലിമിറ്റഡായി ഒരു ലിമിറ്റുമില്ലാതെ ഒരു പരിധിയുമില്ലാതെ നമ്മെ സ്നേഹിച്ചവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അവൻ നിത്യതയോളം നമ്മെ സ്നേഹിക്കുന്നവനാണ്. നമുക്കറിയാം, ഈ ലോകത്തിന്റെ സ്നേഹമൊക്കെ കല്ലറ വരെ മാത്രമേ ചെല്ലുകയുള്ളൂ. ആമേൻ. നമുക്ക് ഈ ഭൂമിയിൽ നിന്നും എന്ന് മാറ്റപ്പെടുമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ യോഹന്നാൻ ഇവിടെ പാടിൽ എഴുതുകയാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. യേശു മടങ്ങി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് അവൻ്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം എത്രത്തോളം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ആമേൻ. തിരിച്ചുള്ള സ്നേഹം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളതെന്ന് ഓർക്കേണ്ട ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു ചെറിയ ഒരു കഥ നിങ്ങളോട് പറയാം. ആമേൻ, സ്തോത്രം. കഥയായിരിക്കാം, നടന്നതായിരിക്കാം, എന്തും ആകട്ടെ. നാട്ടിലെ ഒരപ്പച്ചൻ മരിച്ചു. അമ്മച്ചിക്ക് വലിയ സങ്കടമായി, മക്കൾക്കും വലിയ സങ്കടമായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടക്കാൻ വേണ്ടി ഈ അപ്പച്ചനെ കൊണ്ടുപോവുകയാണ്. ആമേൻ. ഒരു ചെറിയ ഇടവഴിയിൽ കൂടെയാണ് അവർക്ക് സെമിത്തേരിയിലേക്ക് കടന്നു പോകേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നു. ആ ഇടവഴിക്ക് ഒരു തെങ്ങ് അതിനോട് ചേർന്ന് നിൽപ്പുണ്ട്. പോകുന്ന വഴിയിൽ ഈ ശവപ്പെട്ടി ആ തെങ്ങയിലൊന്ന് മുട്ടിയപ്പോൾ അപ്പച്ചൻ തലപൊക്കി നോക്കി, എന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് ചോദിച്ചു. അപ്പച്ചൻ ജീവൻ പ്രാപിച്ചു, ശരിക്ക് മരിച്ചിട്ടില്ലായിരുന്നു. അപ്പച്ചനെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാവർക്കും സന്തോഷമായി. ആമേൻ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അപ്പച്ചൻ റിയലായിട്ട് മരിച്ചു.
ആമേൻ എടുത്തുകൊണ്ട് പോകുന്ന സമയമായി. ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞെന്ന് മൂത്ത മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ തെങ്ങയിലെങ്ങും മുട്ടാതെ സൂക്ഷിച്ച് കൊണ്ടുപോകണം കേട്ടോ. കാരണം മനുഷ്യൻ്റെ സ്നേഹമൊക്കെ ഇത്രയൊക്കെ ഉള്ളെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊക്കെ സ്നേഹത്തിനെല്ലാം ഒരു പരിധിയുണ്ട്. എന്നാൽ അതിനപ്പുറമായി നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കിയവരാണ്. അതിന് അടുത്ത ഭാഗം വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ നമ്മുടെ പാപം പോക്കിയവനാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മുടെ പാപം പോക്കിയവൻ. പിന്നീട് പറയുന്നു, അവൻ തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചവനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യേശു കർത്താവ് നമ്മുടെ പാപം പോക്കിയത് കൊണ്ടാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊക്കെ സ്കിറ്റുകൾ കാണിച്ചു, നിങ്ങളൊക്കെ പല പ്രോഗ്രാമുകളിലൂടെ ചെയ്തു, എല്ലാം വളരെ നന്നായിരുന്നു. ആമേൻ. അതേക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതെന്ന് പകൽക്കാലം നമ്മൊന്ന് ആമേൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യേശു നമ്മുടെ പാപം പോക്കി എന്ന് ഉറപ്പുള്ളവരൊക്കെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. രക്ഷിക്കപ്പെടാത്ത ആരും ഈ ഹാളിനുള്ളിൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ പോകുവാനുള്ള ഒരുക്കമുള്ള ദൈവമക്കളായിരിക്കണം നാം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതിന്റെ അടുത്ത ഭാഗം വായിക്കുന്നു, നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ചവനാണ് അവൻ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. അതിന്റെ മൂലഭാഷയിൽ അവൻ നമ്മെ വീണ്ടെടുത്തു എന്നാണ് കാണുവാൻ കഴിയുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഇതിനെ കുറിച്ച് എങ്ങനെയാണ് എഴുതിയത്? പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ അവൻ നമ്മെ വീണ്ടെടുത്തത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുകപ്പെട്ട യേശു കർത്താവിന്റെ രക്തത്തെ ഇന്ന് രാത്രി ഒന്നുകൂടെ ഓർക്കുവാൻ നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോൾ നാം സന്തോഷിച്ച് മടങ്ങുന്ന നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആമേൻ നാം രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം, നാം ഹല്ലേലൂയ പാപം മോചിച്ച് കിട്ടിയവരാണെന്നുള്ള ബോധ്യം, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം പിന്നെയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതങ്ങൾ ഇവിടെ മാത്രമല്ല വീണ്ടെടുപ്പിന്റെ ഗാനം പാടുന്നത്, പിന്നെയോ സ്വർഗ്ഗസിയോനിൽ നമ്മൾ ചെല്ലുമ്പോഴും അവിടെ വീണ്ടെടുപ്പിന്റെ ഗാനം നമ്മൾ പാടുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അതേ തുടർന്ന് അനേക കാര്യങ്ങൾ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതെ, ഞാൻ ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ സമയം വളരെയധികം മുന്നോട്ട് പോയി. ഇട്ടിരിക്കുന്ന സമയം തന്നെ ഞാൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളരെ വേഗത്തിൽ, അതുകൊണ്ട് ഒന്നും തന്നെ പറയാതെ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അടുത്ത ഭാഗം വായിക്കുന്നു, ആമേൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്ക് മഹത്വം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ രാജ്യമാണെന്ന് പറയുമ്പോൾ അതിന്റെ മൂലഭാഷയിൽ വി ആർ ദ കിങ്സ്, നമ്മുടെ രാജാക്കന്മാരെന്നാണ് കാണുന്നത്. അത് മാത്രമല്ല നമ്മൾ പുരോഹിതന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതങ്ങളെ നാം ഇന്ന് രാത്രി മാത്രമല്ല നാളെ പകലും ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ കൂടുകയാണ്. ഓരോ ആഴ്ചയിലും ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുന്നു. ഏഴ് ദിവസങ്ങളിലൊക്കെ ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, വി ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഹല്ലേലൂയ. നമ്മുടെ രാജകീയ പുരോഹിത വർഗമാണ്. ആമേൻ. നമ്മുടെ പദവി ശ്രേഷ്ഠമായ പദവിയാണെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ലോകക്കാരല്ല. ആമേൻ. നമ്മൾ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ ആയിരിക്കുന്നവരല്ല. നമുക്കൊരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ പോലെ നമുക്കും അർപ്പിക്കുവാൻ ചിലതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യാഗം അർപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ ഒന്നുമല്ല നമ്മൾ യാഗം അർപ്പിക്കുന്നത്. പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരായി നമ്മൾ, ആമേൻ, വചനം പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ
എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം പറയുന്നുണ്ടെന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റു പ്രോഗ്രാം കാണാനാണ് ഞങ്ങൾ വന്ന്, പാസ്റ്ററെ ഞങ്ങൾ ഇന്ന് സ്തോത്രം പറയാൻ വന്നതൊന്നും അല്ല നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. സന്തോഷമുള്ള കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രാജകീയ പുരോഹിത വർഗമാണ്, നമ്മുടെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവസ്ഥനെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നവരാകരുത്, അനങ്ങാതിരിക്കുന്നവരാകരുത്. ദൈവത്തിന് മഹത്വം കരയറ്റുന്നവരായി ഇരിപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് യോഹന്നാൻ അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നത്, അത് ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. നമ്മുടെ കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു. നമ്മുടെ പ്രത്യാശയതാണ്, നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ സമയം എനിക്ക് അനുഭവിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്നുകൂടെ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, യേശു കർത്താവ് ഇന്ന് രാത്രി മടങ്ങി വന്നാൽ, ഈ സന്ധ്യയിൽ മടങ്ങി വന്നാൽ, ഇന്ന് രാത്രി മടങ്ങി വന്നാൽ, ആമേൻ, അവനോടുകൂടെ പോകുവാൻ എത്ര പേര് ഒരുക്കമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവനോടുകൂടെ ഞാൻ എടുക്കപ്പെടും. ഇന്ന് രാത്രി എന്റെ കർത്താവ് വന്നാൽ ഞാനും അവനോടുകൂടെ കാണുമെന്ന് ഉറപ്പുള്ളവര് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നാം പ്രത്യാശിക്കുന്ന നമ്മുടെ കർത്താവ് മടങ്ങി വരും. ആമേൻ. എത്രയും താമസം നാം മടങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി കാലം അധികം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് വിചാരിക്കേണ്ട. ഉള്ള സമയം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. മുമ്പേ നമ്മുടെ സ്ക്രിപ്റ്റ് കണ്ടതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ഹേമിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ, ആമേ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഉള്ള താല്പര്യം നമുക്കുണ്ടാകണം. സുവിശേഷ വേല എന്ന് പറയുമ്പോൾ ആമേ സ്തോത്രം, നിങ്ങൾ വിചാരിക്കരുത് UK-ലും അമേരിക്കയിലും ആമേൻ അയർലൻഡിലും ഒക്കെ സുവിശേഷ വേല സുഖകരമാണ്, ചിലർക്ക് അതൊക്കെ വലിയ ആഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ അനേക വർഷങ്ങൾ വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു സുവിശേഷകനാണ്. അതുകൊണ്ട് എനിക്കറിയാം വളരെ ഭാരങ്ങളും വളരെ ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും ഒക്കെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ മിഷണറി ഒരു ചെറിയ കാര്യം, ഒരു മിഷണറിയുടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബർമയിലേക്ക് കടന്നുപോയ ഒരു ദൈവത്തിന്റെ ദാസനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം അതെ ജഡ്സൺ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഞാനങ്ങ് മറന്നുപോയി. അദ്ദേഹം സ്തോത്രം ബർമയിൽ കർത്താവിന്റെ സുവിശേഷവുമായി തന്നെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ ബർമീസ് മിഷണറി എന്ന് പറഞ്ഞാൽ ബർമയിൽ പോകുന്ന അമേരിക്കൻ മിഷണറിയാണ് അദ്ദേഹം. ആദ്യത്തെ മിഷണറിയാണ് അദ്ദേഹം. 18-ാം നൂറ്റാണ്ടിൽ ബർമയിൽ ചെന്നു. അതുവരെയും ബർമയിൽ ആരും മിഷണറിമാർ പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ത്യയിൽ അവർ ആയിരിക്കുന്ന സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ബർമയിലേക്ക് അവർ ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവിടെ ഈ ദൈവദാസന് വളരെ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. തനിക്ക് ബർമീസ് ഭാഷയൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അവിടെ സുവിശേഷം അറിയിച്ച് അനേക നാളുകൾ താൻ നടന്നു. തനിക്ക് പറയുവാൻ ഭാഷ അറിയാത്തതുകൊണ്ട് ഭാഷ പഠിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ബർമ ഗവൺമെന്റിന് എതിരാണെന്ന് കണ്ടതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവർ ജയിലിൽ അടച്ചു. ജയിലിൽ കിടക്കുമ്പോൾ തൻ്റെ ഭാര്യ ആനി തൻ്റെ അടുക്കൽ ഓരോ രാത്രിയും ജയിലിന്റെ വെളിയിൽ ചെന്നിട്ട് പറയും, ജഡ്സൺ, ഗോഡ് വിൽ ഗീവ് us victory. നീ തളർന്നു പോകരുത്, കർത്താവ് നമുക്ക് ജയം തരും. ദൈവത്തിന് സ്തോത്രം. ഓരോ രാത്രിയും ആകുമ്പോൾ അവൾ പതുങ്ങി ആ ജയിലിന്റെ മുറിക്ക് വെളിയിലായി ചെന്നിട്ട് ഈ വാക്കുകൾ അവനോട് മന്ത്രിക്കും. ദൈവത്തിന് സ്തോത്രം. തന്റെ ഭർത്താവ് ഒരിക്കലും വിശ്വാസം വിട്ടു പോകരുത് എന്നുള്ളതായിരുന്ന സഹോദരിയുടെ ആഗ്രഹം. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വാക്കുകൾ തനിക്ക് കേൾക്കുവാൻ ഓരോ ദിവസവും രാത്രിയിൽ ഇങ്ങനെ കാതോർത്തിരിക്കും. പക്ഷേ ഒരു ദിവസം ആ വാക്ക് കേട്ടില്ല. ആനി എന്ന് പറയുന്നതിന്റെ വൈഫ് തന്നെ കാണുവാൻ വേണ്ടി വന്നില്ല. ദൈവത്തിന് സ്തോത്രം. തനിക്ക് വലിയ ആവലാധിയായി. അവൾക്ക് എന്ത് സംഭവിച്ചു? സ്തോത്രം. പിറ്റേ ദിവസവും വന്നില്ല. അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ വന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനുശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് തന്നെ സ്വതന്ത്രനാക്കി. താൻ തെറ്റുകാരനല്ല എന്ന് കണ്ട് തന്നെ വെളിയിൽ ജയിലിന് വെളിയിലാക്കി. താൻ വീട്ടിൽ ചെല്ലുമ്പോൾ തന്റെ ഭാര്യ താൻ സ്നേഹിക്കുന്ന ആനി കട്ടിലിൽ ബെഡ്റിഡനായി കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അസ്ഥിപഞ്ജരമായി കിടക്കുന്ന ഒരു സഹോദരിയാണ് താൻ കണ്ടത്. തന്നെ കണ്ടപ്പോൾ വളരെ ആവശ്യമായ സഹോദരി തന്നോട് ഇങ്ങനെ പറഞ്ഞു, ജഡ്സൺ, ഹല്ലേലൂയ, ഡോണ്ട് ഗിവ് അപ്പ്, ഗോഡ്
will give us victory. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു, കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൾ ചേർക്കപ്പെട്ടു. ആ ദൈവത്തിന്റെ ദാസൻ അതുകൊണ്ട് മടുത്തുപോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 400-ൽ പരം സഭകൾ ബർമയിൽ ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ അദ്ദേഹം സ്ഥാപിച്ചതാണ്. ആമേൻ. ഞാൻ വായിച്ചത്. അത് മാത്രമല്ല, പ്രൈസ് ഗോഡ്, ആമേൻ, ബർമീസിലേക്ക് അദ്ദേഹം ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് മാത്രമല്ല, ആമേൻ, ബർമീസ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ടാക്കി. കാരണം മറ്റുള്ളവരെ കർത്താവിനെ കുറിച്ച് അറിയുവാൻ വേണ്ടി വളരെ അധ്വാനം ചെയ്തു. ആമേൻ. സുവിശേഷ ബലം എന്ന് പറയുന്നത് ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല. ത്യാഗ മനോഭാവത്തോടെ ഇറങ്ങുന്നവനെ ദൈവം നിശ്ചയമായി മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഏത് കഷ്ടവും സഹിപ്പാൻ നാം ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മെ മാനിക്കും. ആമേൻ. ദിവസങ്ങൾ ഞാൻ പറയട്ടെ, സുവിശേഷ ബലിക്ക് വേണ്ടി ഇറങ്ങുവാൻ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ സ്കിറ്റ് കണ്ടവരോ, ആമേ, വചനം കേൾക്കുന്നവരോ, ആമേ, പാട്ടുകൾ കേട്ടവരോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉദ്യോഗിപ്പിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു മടങ്ങി വരും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ച എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ ദാസന്മാരോടും ഒക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.